ആ ഒരു പുള്ളിക്കോടം അത്ര മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു അത്ര അധികം പ്രാക്ടീസ് ചെയ്യാത്ത ആ ഒരു കുറ്റങ്ങളാണ്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖും മോഹൻലാലും ഉള്ള ഹീറോ വില്ലൻ നല്ല ഭംഗിയായിട്ട് സിദ്ദിഖാണ് ആക്ച്വലി പടത്തിൽ വരും നല്ല ഭംഗിയായിട്ട് ചെയ്തിരുന്നു. അത് നല്ലൊരു മോഹൻലാലിന്റെ തിരിച്ചുവരവെന്ന് പറയാം. കുറെ കാലമായിട്ട് ലാലേട്ടനെ ശരിക്കും നല്ലൊരു ഇതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ശരിക്കും മോഹൻലാല് സിദ്ദിഖ് ഈ പറഞ്ഞ പോലെ പിന്നെ പടത്തിന്റെ ജിത്തു ജോസഫ് സ്ത്രീകൾ എന്ന് തന്നെയല്ല നമ്മളിവിടെ അത് ഇതാണ്. അത് നല്ലൊരു റൊമാൻറ്റിഫിക്കേഷൻ ക്ലൈമാക്സും കാര്യങ്ങളുമാണ്. കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു പോകും. അതൊക്കെ നന്നായിട്ടുണ്ട്. വളരെ ലാലേട്ടൻ്റെ തിരിച്ചുവരവ് ശരിക്കും കുറേ കാലമായിട്ട് മോഹൻലാലിന് ശരിയാവും. ലാലേട്ടൻ ഇതുപോലെ കുറേ നാളായി ഇങ്ങനെ പടം ചെയ്തിട്ട് വളരെ നന്നായിട്ടുണ്ട്. മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. വളരെ നല്ലത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കൊല്ലം അറിയാം ലൂസിഫറിന് ശേഷം തിയേറ്ററിലൊരു ഇതില്ല. അപ്പോൾ നമുക്ക് തന്നെ ആകെ മറ്റേ വളരെ വിഷമമായിരുന്നു. സിനിമകൾ മോശമാകുന്നത് മാത്രമല്ല ചെയ്യുന്ന സിനിമ അതിലെ ഡയലോഗുകളും സ്ക്രീൻ പ്ലേയും വളരെ നമുക്ക് ഒരു ഭയങ്കര ഹേർട്ട്ഫുൾ ആയിരുന്നു. ആ ഒരു ഇതല്ല. അപ്പോൾ ലാലേട്ടൻ തിരിച്ചുവരവാണ് ഇനിയുള്ള വർഷങ്ങളിൽ ലാലേട്ടൻ ഉണ്ടാകുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബാക്കി കഥാപാത്രങ്ങളൊക്കെ എല്ലാവരും? വളരെ മികച്ചതായിരുന്നു. ശാന്തി മാഡം അവർ നന്നായി ചെയ്തു. സിദ്ദിഖ് സാർ സൂപ്പറായി ചെയ്തു. എല്ലാവരും അടിപൊളി. ഒരുപാട് കഥാപാത്രങ്ങൾ പ്രിയാമണി എല്ലാവരും സൂപ്പറായി ചെയ്തു. ജിത്തു വളരെ നല്ലതായിരുന്നു. ഇമോഷണലി നമുക്ക് കറിയണ കുറേ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലതായിരുന്നു. മറ്റേ കുട്ടിയുടെ പ്രകടനമൊക്കെ എല്ലാവരും നല്ലതായിരുന്നു. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നല്ല സിനിമ വന്നാൽ ജനം പ്രേക്ഷകർ കയ്യിലെടുക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. കാരണം കഴിഞ്ഞു പോയ കുറേ സിനിമകളെ അപേക്ഷിച്ച് ഈ ഒരു സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ ദൃശ്യം 1ഉം ദൃശ്യം 2ഉം കണ്ടിറങ്ങുന്ന ആ ഒരു പ്രതീതി അത് മലയാള സിനിമ എന്ന് വെച്ചാൽ നല്ല സിനിമ വന്നാൽ ജനം കൈയെടുക്കും. അതേ പറയാനുള്ളൂ. നല്ല മോഹൻലാലിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ എക്സ്പ്രഷൻ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ജഗദീശൻ സൂപ്പർ. ജിത്തു ജോസഫിൻ്റെ സൂപ്പർ. നല്ല പടം കൊള്ളായിരുന്നു. നല്ലത്. ലാലേട്ടൻ പൊളിച്ചു തന്നത് നല്ലോണം. പുള്ളിക്കാരൻ ജീവിക്കുമായിരുന്നു അതിൽ. പുള്ളിക്കാരിയും നല്ലോണം കളിച്ചു. നല്ലോണം സിനിമ ഇമോഷണലൊക്കെ ആയി അവസാനമൊക്കെ ആയി. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നാൽ ഉപകാരപ്പെടുമല്ലോ. ആണല്ലേ? ഓക്കെ ചേച്ചി, താങ്ക് യു. അങ്ങനെയുണ്ട് ലാൽ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. അതൊക്കെ ശരിക്കും വെട്ടി തുറന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളവർക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കും. ശരിക്കും ആണല്ലേ? വേറെ ലെവലും